ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് ആത്മകഥകളും എഴുത്തുകാരെയും നോക്കാം. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി. ഓർമ്മയുടെ തീരങ്ങൾ തഴുകി എന്നോർത്താൽ മതി. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓർമ്മയുടെ അറകൾ ബഷീർ. അപ്പോൾ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ എവിടെയാണ് അടുക്കി വയ്ക്കുന്നത്? അറകളിലാക്കി വയ്ക്കും അല്ലേ? അങ്ങനെ ഓർത്തിരിക്കുക. ഓർമ്മയുടെ അറകൾ ബഷീർ. ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ. നമ്മൾ മലയിലും ആറ്റിലും ഒക്കെ പോയതല്ലേ, ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചു വയ്ക്കും അല്ലേ? ചിലപ്പോൾ ആൽബം ആക്കി വയ്ക്കും. നമ്മുടെ ഫോട്ടോസ് ആൽബത്തിലായിട്ട് സൂക്ഷിച്ചു വയ്ക്കും. അപ്പം ഓർമ്മയുടെ ആൽബം മലയാറ്റൂർ രാമകൃഷ്ണൻ. ഓർമ്മയുടെ ലോകത്തിൽ പി കേശവദേവ്. ശവമായി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലോകത്തിലോട്ട് പോകുമെന്ന് ഓർക്കണം. അപ്പോൾ ഓർമ്മയുടെ ലോകത്തിൽ കേശവദേവിലെ ശവം എടുക്കുക കേട്ടോ. പി കേശവദേവ്. ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി. അപ്പോൾ കഥകളിയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണല്ലേ പച്ച. അപ്പോൾ ഓർമ്മയിലെ പച്ചകൾ കലാമണ്ഡലം ഗോപി. ഓർത്താൽ വിസ്മയം കലാമണ്ഡലം ഹൈദരലി. കുറച്ച് ഹൈയിലായിട്ടുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഹൈയിലായിട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വിസ്മയം തോന്നും അല്ലേ? അപ്പോൾ കലാമണ്ഡലം ഹൈദരലിയുടേത് ഏതാണ്? ഓർത്താൽ വിസ്മയം, ഹൈ വിസ്മയം. ഓർമ്മക്കുറിപ്പുകൾ കെ അജിത. അതങ്ങനെ തന്നെ പഠിച്ചു വയ്ക്കുക. ഓർമ്മക്കുറിപ്പുകൾ കെ അജിത. ഓർത്തിരിക്കാൻ നമുക്ക് ഏത് ടെക്നിക്ക് ഉപയോഗിക്കാം കേട്ടോ. വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.